വചനം 8 വാക്കർത്ഥം. ഫഇദൻ നുജൂമു എന്നാൽ നക്ഷത്രങ്ങൾ ആകുമ്പോൾ, ആയാൽ, തുമിസത് അവ തുടച്ച് മായിക്കപ്പെടുക. ഫഇദൻ നുജൂമു തുമിസത് എന്നാൽ നക്ഷത്രങ്ങൾ വെളിച്ചം തുടച്ചു മായിക്കപ്പെട്ടാൽ. വചനം 9 വാക്കർത്ഥം. വഇദസ്സമാഉ ആകാശം ആയാലും ആകുമ്പോഴും, ഫുരിജത് അത് വിടർത്തപ്പെടുക, തുറവിയാക്കപ്പെടുക. വഇദസ്സമാഉ ഫുരിജത് ആകാശം തുറന്ന് വിടർത്തപ്പെടുകയും ചെയ്താൽ. വചനം 10 വാക്കർത്ഥം. വഇദൽ ജിബാലു മലകൾ ആകുമ്പോഴും, മലകൾ ആയാലും, നുസിഫത്ത് അത് പൊടിക്കപ്പെടുക, പാറ്റപ്പെടുക. വഇദൽ ജിബാലു നുസിഫത് മലകൾ ധൂളിയായി പൊടിക്കപ്പെടുകയും ചെയ്താൽ. വചനം 11 വാക്കർത്ഥം. വഇദർ റുസുലു റസൂലുകൾ ആകുകയും ചെയ്താൽ. ഉക്കിത്തത് അവർക്ക് സമയം നിശ്ചയിക്കപ്പെടുക. വഇദർ റുസുലു ഉഖിതത് റസൂലുകൾക്ക് സമയം നിശ്ചയിക്കപ്പെടുകയും ചെയ്താൽ. വചനം 12 വാക്കർത്ഥം. ലിഅയ്യി യൗമിൻ ഏതൊരു ദിവസത്തേക്കാണ്, ഉജ്ജിലത് അവയ്ക്ക് അല്ലെങ്കിൽ അവർക്ക് അവധി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ലിഅയ്യി യൗമിൻ ഉജ്ജിലത് ഏതൊരു ദിവസത്തേക്കാണ് അവർക്ക് അവധി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. വചനം 13 വാക്കർത്ഥം. ലിയൗമിൻ ദിവസത്തേക്ക്, ദിവസത്തിൽ, അൽ ഫസ്ലി തീരുമാനത്തിൻ്റെ, പിരിച്ചുവിടലിൻ്റെ. ലിയൗമിൽ ഫസ്ൽ അതെ, തീരുമാനത്തിൻ്റെ ദിവസത്തേക്കു തന്നെ. വചനം 14 വാക്കർത്ഥം. വമാ അദ്റാക നിനക്ക് അറിവ് നൽകിയതെന്താണ്, നിനക്കെന്തറിയാം. മാ യൗമു ദിവസമെന്താണെന്ന്, അൽ ഫസ്ലി തീരുമാനത്തിൻ്റെ. വമാ അദ്റാക മാ യൗമുൽ ഫസ്ൽ തീരുമാനത്തിൻ്റെ ദിവസം എന്നാൽ എന്താണെന്ന് നിനക്കെന്തറിയാം. വചനം 15 വാക്കർത്ഥം. വൈലുൻ മഹാനാശം, കഷ്ടം, യൗമഇദിൻ അന്നത്തെ ദിവസം, ലിൽ മുകദ്ദിബീന വ്യാജമാക്കുന്നവർക്കാണ്. വൈലു യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ അന്നത്തെ ദിവസം മഹാനാശം വ്യാജമാക്കുന്നവർക്കായിരിക്കും. വചനം 8 മുതൽ 15 വരെയുള്ളതിൻ്റെ വിശദീകരണം. അന്ത്യനാളിലെ ഗൗരവമേറിയ ചില സംഭവ വികാസങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. ആകാശം, ഭൂമി, പർവ്വതങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ ആദിയായവയെല്ലാം അന്ന് നിലതെറ്റി അവതാളത്തിലാകുന്നതാണെന്ന് ഖുർആനിൽ പലപ്പോഴും പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളതാണ്. താഴെ വരുന്ന മക്കീ സൂറത്തുകളിൽ ഇതുപോലെ വേറെയും പല സംഭവ വികാസങ്ങളെക്കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. ഖിയാമത്ത് നാളിൽ റസൂലുകളെ അള്ളാഹു ഒരുമിച്ചു കൂട്ടി അവരുടെ സമുദായങ്ങൾ അവരുടെ പ്രബോധനം സ്വീകരിച്ചതിനെപ്പറ്റി അവരോട് ചോദിക്കുമെന്നും 5-ാം അധ്യായം 112-ാം വചനത്തിൽ സമുദായങ്ങളുടെ മേൽ സാക്ഷികളായി നബിമാരെ കൊണ്ടുവരുമെന്നും 4-ാം അധ്യായം 41-ാം വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഓരോ റസൂലിൻ്റെയും അവരുടെ സമുദായത്തിൻ്റെയും കാര്യങ്ങൾ തീരുമാനം ചെയ്യുന്നതിലുള്ള അവധി നിർണയത്തെക്കുറിച്ചാണ് 11-ാം വചനത്തിൽ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. 12-ാം വചനത്തിൽ ആ മഹാദിനത്തിൻ്റെ അതിഭയങ്കരത ഒരു ചോദ്യരൂപത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കുവാനിരിക്കുന്ന ദിവസമാണ് സാക്ഷാൽ തീരുമാനത്തിൻ്റെ അവധിയെന്നും അന്ന്
സത്യനിഷേധികൾക്ക് വമ്പിച്ച നാശത്തിൻ്റെ ദിവസമായിരിക്കുമെന്നും തുടർന്നുള്ള 3 വചനങ്ങളിൽ പ്രസ്താവിക്കുന്നു. അന്നത്തെ ദിവസം സത്യനിഷേധികളുടെ വമ്പിച്ച നാശത്തെപ്പറ്റി ഈ അദ്ധ്യായത്തിൽ അല്ലാഹു 10 വട്ടം ആവർത്തിച്ച് താക്കീത് നൽകിയിരിക്കുന്നത് കാണാം.